ഇന്ന് ഇടവം 1 രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ പുറത്ത് മഴയൊന്നുമില്ല, കുഴപ്പമില്ലാത്ത നല്ലൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ വേഗം പോയി ഫ്രഷ് ആയി പൂജ റൂമിൽ കയറി വിളക്ക് വെക്കുകയാണ് കേട്ടോ. കാരണം വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോകണം. ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു മാസം നല്ല രീതിക്ക് പോവാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം. അമ്പലത്തിൽ പോയി ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയാൽ എന്തോ ഒരു പോസിറ്റിവിറ്റി ആണല്ലേ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന, നമ്മുടെ എല്ലാ മനുഷ്യന്മാരുടെയും വിഷമങ്ങളെല്ലാം ഒരാളോട് തുറന്നു പറഞ്ഞാൽ ഏറെക്കുറെയൊക്കെ നമുക്കൊരു സമാധാനമാണ്. അങ്ങനെ നമുക്ക് വിശ്വസിച്ച് പറയാൻ പറ്റിയ, മനുഷ്യരെക്കാളും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ദൈവം എന്നുള്ളൊരു വിശ്വാസം. അതാവുമ്പോൾ നമുക്ക് എന്താണെങ്കിലും തുറന്നു പറയാം. അത് കേട്ടിട്ട് മൂന്നാമത് ഒരാളോട് പോയിട്ട് ജീവിതം കുളമാക്കാനായിട്ട് ഇടയിലായിട്ട് നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം തുറന്നു പറയാനും നമ്മൾ പറയുന്നത് നല്ലപോലെ ലിസൺ ചെയ്യാനും കഴിവുള്ള നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വിശ്വാസമാണ് ദൈവം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു ധൈര്യമുള്ളതും നമുക്ക് കുറെയൊക്കെ നമ്മുടെ ലൈഫിൽ എന്ത് വരുവാണെങ്കിൽ കൂടി നമ്മുടെ കൂടെ ഒരാളുണ്ട്, ദൈവം ഉണ്ട് എന്നുള്ള പോലെ വിശ്വസിച്ച് നമുക്ക് അത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് കൂടിയാണ് അല്ലെ. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഈ ഒരു വിശ്വാസത്തിൽ നിന്ന്, ഈ ഒരു എനർജിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ മണപ്പുള്ളിക്കാവൊക്കെ പോയി പ്രാർത്ഥിച്ച് നമ്മുടെ പരാതികളും പരിഭവങ്ങളും സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വന്നു, വീട്ടിലെത്തി. അപ്പൊ ഇന്ന് 1-ാം തീയതി അല്ലേ, നമുക്ക് ദോശ ഉണ്ടാക്കണം. പ്ലസ് നമുക്കിന്ന് കടുക് വറക്കണം 1-ാം തീയതി. അങ്ങനെയാണ് പറയാ, കാരണവന്മാരൊക്കെ അങ്ങനെയാണ് പറയാ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. കുറെ കാര്യങ്ങളൊക്കെ കാരണവന്മാരുടെ രീതിക്ക് തന്നെ പോകുന്നതാണ് നല്ലത്. അതാവുമ്പോൾ വലിയ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ നല്ല അനുഗ്രഹത്താൽ ബ്ലെസ്ഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ദോശയും അതേപോലെ ചട്നിയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, നമ്മൾ പാക്കറ്റ് മാവാണ് എപ്പോഴും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാറ്. അപ്പോൾ പാക്കറ്റ് മാവ് വാങ്ങിച്ച് ആവശ്യമുള്ളത് എടുത്ത് അതിൽ സോൾട്ടും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സിമ്പിൾ ചട്നിയാണ്. കുറച്ച് തേങ്ങ ചിരകിയതും അതിലേക്ക് കുറച്ച് സോൾട്ടും 2-3 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് കടുകും ഉണക്കമുളകും പിന്നെ കറിവേപ്പിലയും കൂടെ താളിച്ച് ചേർക്കും കേട്ടോ. ഇതിൽ ഞാൻ 2 കഷ്ണം ചെറിയുള്ളിയും കൂടെ ചേർക്കാറുണ്ട്. ഇന്ന് പക്ഷെ സമയം ഇല്ലാത്തത് കൊണ്ട് ചേർത്തിട്ടില്ല. അതുപോലെ ചട്നി ഒരിക്കലും ചൂടുള്ള ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് അതിലേക്ക് ഒരിക്കലും ഒഴിച്ച് തിളപ്പിച്ചെടുക്കരുത്. ഞാൻ ചെയ്ത പോലെ ചട്നി ഒരു സെർവിങ് ബൗളിൽ ഒഴിച്ച് അതിലേക്ക് വേണം കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ താളിച്ച് ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ അതിന്റെ ഒരു റിയൽ ടേസ്റ്റ്, ചട്നിയുടെ റിയൽ ടേസ്റ്റ് നമുക്ക് നഷ്ടമായി പോകും കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ, സീ യു.